ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു പെപ്പർ ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിന്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. 350 ഗ്രാം കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും മുങ്ങാൻ പാകത്തിന് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെക്കണം. കോളിഫ്ലവറിലുള്ള അഴുക്കും പൊടിയെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നത്. കോളിഫ്ലവർ ഈ സൈസിലുള്ള മീഡിയം കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കോളിഫ്ലവറിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കോളിഫ്ലവർ നല്ലപോലെ ഒന്ന് മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം ഒന്ന് മാറി വരണം. കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കറിവേപ്പിലയും ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയും കോളിഫ്ലവറും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. കോളിഫ്ലവറും സവാളയെല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന തീരെ നൈസായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കരുത്. വീട്ടിൽ തന്നെ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത് തരിതരിപ്പായിട്ടുള്ള കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം കോളിഫ്ലവറിലെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചു വരണം. മസാല എല്ലാം കോളിഫ്ലവറിൽ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. സോസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. കോളിഫ്ലവർ എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. എന്നാൽ കൂടുതൽ വെന്ത് പോകാനും പാടില്ല. നമ്മൾ കടിക്കുമ്പോഴത്തേക്കും കുറച്ച് ക്രഞ്ചി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞ് ഞാൻ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കോളിഫ്ലവർ നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.